ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. തേങ്ങ വറുത്തരച്ച് വെച്ച ഒരു മീൻകറി, അതായത് പെരിഞ്ചീരകവും കൊടംപുളിയും മുളകൊക്കെ ഇട്ട് വെച്ച ഒരു സൂപ്പർ ടേസ്റ്റുള്ളൊരു മീനാണ്. എന്ത് മീനാണെന്ന് കറി വെക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇനി ഇതിനാദ്യം വേണ്ടത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഞാനൊരു 2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. ഞാൻ ആദ്യമേ ഈ തേങ്ങ ചിരവിയിട്ട് അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പതുക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ തേങ്ങയും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വറുത്തും കിട്ടും, കരിഞ്ഞു പോവത്തില്ല. നല്ല ഒരു രീതിയാണത്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് വറുക്കാം. ഇത് ഒരു 5 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് വേപ്പില. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുകൂടാതെ കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ചീരകവും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. രണ്ട് ടീസ്പൂൺ കുരുമുളകുണ്ട്. എരിവിന് അനുസരിച്ച് വേണം ഇടാനായിട്ട്. എനിക്കിത് 1 കിലോ മീനാണുള്ളത്, അപ്പോൾ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. ഈ പച്ചമുളകും മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. കുരുമുളക് 2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ചീരകം 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. എനിക്ക് ഈ പെരിഞ്ചീരകം ഇട്ടാണ് ഞാനിത് സാധാരണ വെച്ചിട്ടുള്ളത്. ഇനി പെരിഞ്ചീരകം ഈ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വെക്കാൻ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇത്രയും പെരിഞ്ചീരകമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചൊന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് അതിനെ ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കാം. തേങ്ങയൊക്കെ നല്ലതുപോലെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടത്, അത് കഴിഞ്ഞ് മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒത്തിരി ഒന്നും ആരും ഇടരുത്. മല്ലിയുടെ ടേസ്റ്റ് കൂടിയാൽ കറിക്ക് വേറെ ചൊവയായി പോകും കേട്ടോ. മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ. എരിവിനനുസരിച്ച് 1 സ്പൂൺ കൂടെ വേണേൽ കൂടുതലിടാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 1.5 മിനിറ്റ് കൂടെ നമുക്ക് ചെറിയ തീയിലിട്ട് അതിനെ ഒന്നുകൂടി മൊരിച്ചെടുക്കാം. കൂടുതൽ സമയം വേണ്ട, 2 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വെക്കരുത്, പിന്നെ അത് കരിഞ്ഞു പോകും. നന്നായിട്ട് മൊരിച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടിങ്ങനെ തിരുമ്പുമ്പം നല്ലപോലെ ഇതാവും. പിന്നെ മണം നമുക്കറിയാൻ പറ്റുമല്ലോ, മുളകും മല്ലിയൊക്കെ മൂത്ത് വരുമ്പം ഒരു നല്ല സ്മെല്ല് വരും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിനെ തണുപ്പിക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് അരിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ് മീൻ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇത് ഷാർക്ക്, ചൊറകെന്നും സ്രാവെന്നും ഒക്കെ പറയുന്ന മീനാണിത്. അതായത് എല്ലല്ല മുള്ള് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനാണിത്. ഇവിടെയൊക്കെ ചൊറകെന്നാണ് പറയുന്നത്. ഇത് 1 കിലോ ഉണ്ട്. 2 മീനാണുള്ളത്. അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്താണ് എനിക്കിവിടെ കൊണ്ടുവന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പടവിട്ടിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ മീൻ ഞാൻ കഴിക്കത്തില്ല, ഇന്ന് വരെ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കതിൻ്റെ സ്മെല്ല് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് കറി വെക്കും. ഞാൻ കറി വെക്കുമ്പം, കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കില്ല. അതിന് മുന്നേ എല്ലാ ഉപ്പും പുളിയൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ മീനിനെ ഇടാറുള്ളൂ. അപ്പോൾ ഈ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പം കുറച്ച് ഉലുവായിട്ട് പൊട്ടിക്കാം.
നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇതിന് വേണ്ടുന്ന സാധനം വെളുത്തുള്ളി, ഇഞ്ചി കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ബാക്കിയെല്ലാം അരപ്പിലിട്ടിട്ടുണ്ട്. ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം. ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ എല്ലാവരും ചേർക്കുമോയെന്നറിയില്ല. ഇനി ഈ ചൊറുകറി വേറെ രീതിയിൽ വെക്കാൻ അറിയത്തില്ല കേട്ടോ. എനിക്ക് ഈ ഒരൊറ്റ റെസിപ്പി മാത്രമേ അറിയുള്ളൂ. ഇനി വേറെ രീതിയിലൊക്കെ വെക്കാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം, വേപ്പിലയും. ഇച്ചിരി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി വാട്ടിയെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇടാം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. നന്നായി വാടി കഴിയുമ്പോഴത്തേക്കും അരപ്പും കൂടെ ഇട്ട് നമുക്ക് കറിയാക്കിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. ആ മഞ്ഞൾപ്പൊടിയും മൂത്ത് കഴിയുമ്പം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചതാട്ടോ. അപ്പോൾ അരപ്പിനെയും കൂടെ ഇട്ട് ഇനി ഇതിനെ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ നമ്മൾ വറുത്തെടുത്ത തേങ്ങയല്ലേ. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പും പുളിയും കൂടെ ചേർക്കണം. ഉപ്പും പുളിയും ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. പുളി നല്ലപോലെ വേണം. നീ കഴിച്ച് ഇവിടെ എല്ലാവരും കഴിക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ മാത്രമേ കഴിക്കാതെ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ പറയുന്ന അങ്ങനെ പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിനെന്ന് പറയുന്നത്. അല്ല, ഒരു മെഡിസിനലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീനാണിത്. ഡെലിവറി കഴിഞ്ഞും സർജറി കഴിഞ്ഞുമൊക്കെ ഈ ചൊറകിനെ കഴിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എനിക്കിതുവരെ കഴിക്കാനും തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ കുടംപുളി ഒഴിക്കുകയാണ്. കുറച്ച് പുളിയും ഇട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാണ്. ആ വെള്ളമൊക്കെ നല്ല പുളിയുണ്ട്. അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൊറകിനെ അതിനകത്തേക്ക് ഇടാം കേട്ടോ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലേക്ക് കാണാനൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ അധികം വേവില്ല എന്ന് ആണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വെക്കുകയാണ്. ഇനി മീൻ ഇടുമ്പോഴത്തേക്ക് പിന്നെ നോക്കാൻ പറ്റില്ല. ഉപ്പ് കുറച്ചുകൂടെ ഇടുന്നുണ്ട്. കുറച്ച് പുളിയും കൂടെ ഞാൻ ഇട്ടിട്ട് അതിനകത്തേക്ക് മീൻ ഇട്ടിട്ട് അതിനെ മൂടി വെച്ച് ഒരു 3 മിനിറ്റ്, 3നും 5നും ഇടയ്ക്കുള്ള സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ വെന്തൊക്കെ കഴിഞ്ഞിട്ട് കാണാം. കറിയൊക്കെ തിളച്ച് പറ്റി നല്ല കിടിലനായിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആ പെരിഞ്ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇച്ചിരി വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഏത് മീൻ വെച്ചാലും നമ്മളെല്ലാവരും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞെടുക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിത് രാവിലെയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞല്ലേ പിന്നെ എടുക്കുകയുള്ളൂ, ഉച്ചയ്ക്കല്ലേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെ ഞാനിതൊക്കെ കഴിഞ്ഞു. ഇനി ഇതിനെ മൂടി വെക്കാൻ പോവാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കെടുത്ത് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ സ്രാവ് കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം.
ലൈക്ക് തരണം. താങ്ക് യു.